പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുണ്ടക്കയം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് കവാടത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അന്വേഷണ ഏജൻസികളെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം, BJPയുമായിട്ടുള്ള ഡീൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ തകർക്കുവാൻ ഉപയോഗിക്കുന്നതെന്ന് തെളിയിക്കുകയാണ്. ഇവിടെ BJP ജയിച്ച 3 നിയമസഭാ മണ്ഡലത്തിലും കോൺഗ്രസിന് വോട്ടില്ല. അവിടെ ഇടതുപക്ഷവുമായുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ BJP ജയിച്ചു വരുവാൻ കോൺഗ്രസ് സഹായിക്കുമ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ 3 BJP അംഗങ്ങൾ ഉണ്ടാകുന്നു. അതിന് പ്രത്യുപകാരമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെന്ന് നന്ദി പറയുന്നു. അതിന്റെ ഭാഗമായി പുതിയൊരു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം ഉണ്ടാകുന്നു. ആ നീക്കത്തിന്റെ ഭാഗമായി കേരളത്തിലെ സമുന്നതരായ രാഷ്ട്രീയ നേതൃത്വത്തെ അപഹസിക്കുവാൻ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തകർക്കുവാൻ, പ്രതിക്കൂട്ടിലാക്കുവാൻ കഴിയുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള വ്യാജ അന്വേഷണങ്ങൾ വരികയാണ്. അന്വേഷണം നടത്തിയിട്ട് എന്താവുന്നു? അന്വേഷണം നടത്തിയിട്ടൊന്നുമില്ലെങ്കിലും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എന്നത് ഒരു ശീലമാക്കി മാറ്റുന്ന, എല്ലാ അധികാരത്തിൻ്റെ ആയുധങ്ങളും എതിരാളികളെ തകർക്കുവാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്ന BJPയുടെയും കോൺഗ്രസിൻ്റെയും കൂട്ടുകെട്ടിലൂടെ ഈ രാജ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തകർക്കുവാനാവില്ല. ഇന്ന് നമ്മൾ ഈ സമരം നടക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് 72 കേന്ദ്രങ്ങളിൽ തൊഴിലാളികൾ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരടിക്കുകയാണ്. CPI മണ്ഡലം സെക്രട്ടറി VJ കുര്യാക്കോസ്, കേരള കോൺഗ്രസ് നേതാവ് ബിജോയ് മുണ്ടുപാലം, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. KT പ്രമോദ്, ശുഭേർ സുധാകരൻ, CV അനിൽകുമാർ, PK ബാലൻ, PK സണ്ണി, ചാക്കോസാർ, MG രാജു, PK പ്രദീപ്, ലിനു K. ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം.